പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താ സംഭവിക്കണേന്ന് അറിയാമോ? അതിൽ നിന്നൊരു വിഷവാതകം വരും. കേട്ടിട്ടുണ്ടോ? അതിന്റെ പേരെന്താ? ഡയോക്സിൻ. ഈ വിഷവാതകങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കത്തിച്ച് ഇത് മുകളിലേക്ക് വിടുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് പോയെന്ന് വിചാരിച്ചല്ലേ? പോയില്ലേ? പോകൂല. മുകളിൽ ചെന്നാൽ അന്തരീക്ഷം തണുക്കും. തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ഭാരം കൂടി ഇത് താഴേക്ക് വന്ന് മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന അതേ മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ? ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നം ഇത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ തരും. മനസ്സിലായോ? പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യാതെ പോയിട്ടില്ല. മനസ്സിലായി? ഇത് മാത്രമല്ല, ഈ വലിച്ചെറിയുന്ന കടലാസില്ലേ, പ്ലാസ്റ്റിക് കടലാസ്, ഇത് ഒഴുകി കടലിലെത്തും അല്ലേ? കടലിൽ കിടന്ന് പൊടിഞ്ഞ് ചെറിയ പൊടിയായിട്ട് മാറും. മനസ്സിലായി? ഈ ചെറിയ പൊടി ഭക്ഷണമെന്ന് കരുതി കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കും. അവരുടെ ശരീരം സെപ്റ്റിക് ആയില്ലേ? ആയി. ഈ കുഞ്ഞു മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ കഴിക്കും. ആ വലിയ മത്സ്യങ്ങളെ ആര് കഴിക്കും? നിങ്ങൾ കഴിക്കും. കണ്ടോ? പ്രകൃതി നമ്മളെ കൊണ്ട് തീറ്റിച്ചത് കണ്ടോ? അതുകൊണ്ട് വലിച്ചെറിയരുത്, കുഴിച്ചിടരുത്, കത്തിച്ച് കളയരുത്. അത് കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക. റെഡിയാണോ? ഓക്കേ. വെറുതെ ഏൽപ്പിച്ചാ പോരാ. സർവീസ് ചാർജും കൊടുക്കണം. അതിന് സർവീസ് ചാർജും കൊടുക്കണം അല്ലേ?